ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. കുറച്ചു ദിവസം മുൻപ് സംഗീത എന്ന പേരുള്ള ഒരു പെൺകുട്ടി ഒരു ലൈവ് വന്നു. എന്നിട്ട് ആ കുട്ടിയുടെ അച്ഛനെതിരെ കുറെ ആരോപണങ്ങൾ ഉന്നയിച്ചു. ആ കുട്ടി ശാരീരികമായി കുറച്ച് ബുദ്ധിമുട്ടുള്ള കുട്ടിയാണ്. കാലുകളെ ഒരു ആക്സിഡന്റിൽ പെട്ടിട്ട് തളർന്ന കുട്ടിയാണ്, നടക്കാൻ സാധിക്കില്ല. അപ്പൊ ഈ കുട്ടിയുടെ അച്ഛൻ വീട്ടിൽ പൂട്ടിയിട്ട് ക്രൂരമായിട്ട് ഉപദ്രവിക്കുന്നു. ഈ കുട്ടിയുടെ സ്വത്തുക്കളൊക്കെ തട്ടിപ്പറിച്ചു വാങ്ങിയിട്ടുണ്ട്. ഒരു വിധത്തിലും പുറത്തു പോകാൻ സമ്മതിക്കുന്നില്ല. ഈ കുട്ടി ഒരാളുമായിട്ട് പ്രണയത്തിലാണ്. ആ പ്രണയം എതിർത്തിട്ടാണ് അച്ഛൻ വീട്ടിലിട്ടിട്ട് പൂട്ടിയിട്ട് ഉപദ്രവിക്കുന്നത് എന്നാണ് ഈ കുട്ടി പറഞ്ഞത്. അപ്പൊ ഈ ലൈവ് കണ്ടുകൊണ്ടു തന്നെ ധാരാളം കമന്റുകൾ അതിന്റെ അടിയിൽ വരുന്നു. നമ്മൾ പറയില്ലേ, സത്യം ചെരുപ്പിടുമ്പോഴേക്കും നോണ ലോകം ചുറ്റി വരുന്നു. അതുപോലെ എല്ലാ ആളുകളും ഇത് വിശ്വസിച്ചു, അയ്യോ ആരെങ്കിലും ആ കുട്ടിയെ രക്ഷിക്കൂ, ആ കുട്ടിയെ ഉപദ്രവിക്കുന്നു, ആ കുട്ടിയെ അങ്ങനെ കഷ്ടപ്പെടുന്നു, ആരുമില്ല ഈ കുട്ടിക്ക് വേണ്ടി സംസാരിക്കാന്നൊക്കെ പറഞ്ഞ് ധാരാളം കമന്റുകളൊക്കെ വരുന്നു. ആ കുട്ടിയെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് കുറെ പേര് വരുന്നു. ആ സമയത്ത് ആ കുട്ടിയുടെ അച്ഛൻ ഒരു വാർത്താ സമ്മേളനം നടത്തി. അദ്ദേഹത്തിന്റെ പേര് പി ഭാസ്കരൻ എന്നാണ്. അദ്ദേഹം കാസർഗോഡ് ഉദുമയിൽ അറിയപ്പെടുന്ന ഒരു കമ്മ്യൂണിസ്റ്റ് നേതാവാണ്. പാർട്ടിയുടെ വലിയ സ്ഥാനങ്ങളൊക്കെ വഹിച്ചിരുന്ന ഒരു വ്യക്തിയാണ്. അപ്പോൾ അദ്ദേഹം ഒരു വാർത്താ സമ്മേളനം നടത്തുകയും അദ്ദേഹത്തിന്റെ ഭാഗം അല്ലെങ്കിൽ ഇതിന്റെ സത്യമായിട്ടുള്ള ഒരു വേർഷൻ പറയുകയും ചെയ്തു. ഈ ഭാസ്കരന്റെ മകളാണ് ഈ പറയുന്ന പെൺകുട്ടി സംഗീത എന്ന് പറയുന്നത്. അപ്പൊ ഈ സംഗീത ഒരു 4-5 വർഷങ്ങൾക്ക് മുൻപ് ഡിവോഴ്സ് ആയതാണ്, വിവാഹിതയായി ഡിവോഴ്സ് ആയതാണ്. അപ്പൊ ഡിവോഴ്സിനെ തുടർന്ന് ആ പെൺകുട്ടിയുടെ ഭർത്താവ് ആ കുട്ടിക്ക് ജീവനാംശം എന്നുള്ള രീതിയിൽ കുറച്ച് പണമല്ല 40 ലക്ഷത്തോളം രൂപ കൊടുത്തു. അപ്പൊ ഈ തുക ഈ കുട്ടിയുടെ കയ്യിലുണ്ടായിരുന്നു. ആ സമയത്ത് ഈ കുട്ടിക്ക് ഒരു ആക്സിഡന്റ് സംഭവിച്ചു. ഈ കുട്ടി പൂർണ്ണമായിട്ടും കിടപ്പിലായി, നടക്കാനൊക്കെ ബുദ്ധിമുട്ടായി. ഈ കുട്ടിയുടെ അച്ഛൻ പറ്റുന്ന പോലെ ആ കുട്ടിയെ ട്രീറ്റ്മെന്റ് ചെയ്തു, ഹോസ്പിറ്റലുകളിലൊക്കെ കൊണ്ടുപോയി ചികിത്സിച്ചു. പക്ഷെ നടക്കാൻ സാധ്യത ഇല്ല തോന്നിയപ്പോൾ വലിയ ട്രീറ്റ്മെന്റ് ഒക്കെ എടുത്തിട്ട് പറ്റാതെ ആകുമ്പോൾ നമ്മൾ ഏത് വൈദ്യത്തിനെ ആശ്രയിക്കുന്ന ഒരു അവസ്ഥ വരാറുണ്ട്. അപ്പൊ അങ്ങനെ ഈ കുട്ടിയുടെ അച്ഛന് ഒരു നാഡി വൈദ്യനെ കണ്ടുപിടിച്ചിട്ട് ആ ഒരു ട്രീറ്റ്മെന്റിന് ഈ കുട്ടീനെ വിട്ടു. അദ്ദേഹത്തിന്റെ പേര് റാഷിദ് എന്നായിരുന്നു. ഒരു മുസ്ലിം വൈദ്യനായിരുന്നു അദ്ദേഹം. മുസ്ലിം എടുത്തു പറയാൻ കാരണം ഈ കേസിൽ ലവ് ജിഹാദ് എന്ന് പറയുന്ന ഒരു ആരോപണം കൂടെ ഉള്ളത് കൊണ്ടാണ് ഇത് പറഞ്ഞത്. അപ്പോ ഇദ്ദേഹത്തിന്റെ ട്രീറ്റ്മെന്റിലായിരുന്നു. അങ്ങനെ ഈ കുട്ടിയായിട്ട് ഇദ്ദേഹം അടുപ്പത്തിലാവുന്നു. അപ്പോ ഒരു ദിവസം ഇദ്ദേഹം പറയുന്നു, ഈ കുട്ടിയെ ട്രീറ്റ്മെന്റ് ചെയ്ത് ഞാൻ നടത്തിക്കാം, പക്ഷേ ഈ കുട്ടിയെ എനിക്ക് വിവാഹം കഴിച്ചു തരണമെന്ന് ഭാസ്കരനോട് ആവശ്യം ഉന്നയിക്കുന്നു. അദ്ദേഹം നോക്കിയപ്പോൾ ഇതൊരു വളരെ പ്യുവർ ആയിട്ടുള്ള ഒരു ലവ് അല്ലെങ്കിൽ ഒരു പ്രണയം എന്നൊന്നും പറയാൻ പറ്റില്ല, വെറും ട്രാപ്പ് ആണെന്ന് ഇദ്ദേഹം മനസ്സിലാക്കുന്നു. ഭാസ്കരൻ എന്ന് പറയുന്ന വ്യക്തി മനസ്സിലാക്കുന്നു. അദ്ദേഹം ആ ബന്ധത്തിനെ പൂർണ്ണമായിട്ടും എതിർക്കുന്നു. ഇദ്ദേഹം ഈ പെൺകുട്ടീനെ വീട്ടിൽ അടച്ചിട്ടു എന്ന് പറഞ്ഞത് സത്യം തന്നെയാണ്. ഈ കുട്ടിയെ അടച്ചിടുന്നു, ഈ കുട്ടിയുടെ ഫോൺ വാങ്ങി വെക്കുന്നു. ഈ കുട്ടിയെ നോക്കാൻ വേണ്ടിയിട്ടുള്ള ഏതൊരു ഹോം നേഴ്സോ അങ്ങനെ ആരോ ആ വീട്ടിലുണ്ടായിരുന്നു. ആ ഹോം നേഴ്സിന്റെ ഫോൺ വാങ്ങിയിട്ടാണ് ഈ കുട്ടി ലൈവ് ഇടുന്നത്. അപ്പൊ ഇദ്ദേഹത്തിന്റെ വേർഷൻ എന്ന് പറഞ്ഞാല് ഈ കുട്ടിക്ക് ആക്സിഡന്റ് പറ്റിയ ഇനത്തില് ഇൻഷുറൻസ് തുകയായിട്ട് ഒരു വലിയ തുക, ഏകദേശം 1 കോടിയോളം രൂപ കിട്ടാനുണ്ട്. അപ്പൊ അത് കിട്ടും എന്നറിഞ്ഞ ശേഷമാണ് ഈ പറയുന്ന വ്യക്തി റാഷിദ് ഇങ്ങനെ ഒരു പ്രണയം നടിച്ച് ഈ കുട്ടിയെ വലയിലാക്കിയിട്ട് ഇങ്ങനെയുള്ള ആരോപണങ്ങളൊക്കെ ഉന്നയിച്ചിട്ട് ഈ കുട്ടിയെ വിവാഹം കഴിക്കാനുള്ള ശ്രമങ്ങൾ നടത്തിയതെന്നാണ് പറയുന്നത്. അദ്ദേഹം പറയുന്നത് ഈ റാഷിദ് എന്ന് പറയുന്ന വ്യക്തിക്ക് ഭാര്യയും കുട്ടികളുണ്ട്. അവരെ ഒരിക്കൽ പോലും തിരിഞ്ഞു നോക്കാതെയാണ് ഇങ്ങനത്തെ ഒരു ആവശ്യമായിട്ട് പറഞ്ഞു വന്നിട്ടുള്ളത്. ആ വ്യക്തിക്ക് റാഷിദിന് ഒരു ഭാര്യയോ കുട്ടിയോ ഉണ്ടായിരുന്നില്ല വെച്ചാൽ തീർച്ചയായിട്ടും ഞാൻ വിവാഹം കഴിച്ചു കൊടുക്കുമായിരുന്നു എന്നും പറയുന്നുണ്ട്. അപ്പൊ ഈ പെൺകുട്ടി ലൈവിൽ വന്ന സമയത്ത് പറയുന്ന കാര്യമുണ്ട്, ഈ അച്ഛന് കമ്മ്യൂണിസം എന്ന് പറയുന്നത് പുറത്ത് ആളുകളെ കാണിക്കാൻ മാത്രമേ ഉള്ളൂ, എന്റെ വീട്ടിൽ കമ്മ്യൂണിസം നടക്കില്ല എന്നാണ് അച്ഛൻ എന്നോട് പറഞ്ഞത് എന്നൊക്കെ പറയുന്നുണ്ട്. ഏറ്റവും കൂടുതൽ ഈ ആരോപണം വന്നപ്പോ ആദ്യം വന്നതെന്ന് പറഞ്ഞാൽ ഇത് ലവ് ജിഹാദ് ആണ് എന്നുള്ളതാണ്. അത് ആരോപണം ഭയങ്കരമായിട്ട് നിൽക്കുന്നുണ്ട്, ഇത് ലവ് ജിഹാദ് ആണ്. ലവ് ജിഹാദ് എന്ന് പറയുമ്പോൾ നമ്മൾ പൊതുവെ അത് നോക്കുമ്പോൾ ഒരു പ്രണയം നടിച്ച് മതം മാറ്റാൻ ശ്രമിക്കുക, അല്ലെങ്കിൽ മതം മാറ്റാനായിട്ട് മുസ്ലിം മതത്തിലേക്ക് ചേർക്കാനായിട്ട് പ്രണയം നടിച്ച് പെൺകുട്ടികളെ വശത്താക്കുന്നതിനാണ് ഈ ലവ് ജിഹാദ് എന്നുള്ള വാക്ക് കേരളത്തില് പ്രചാരത്തിൽ വന്നത്. അപ്പോൾ ഈ ഒരു കേസ് നോക്കുകയാണെങ്കിൽ ഒരിക്കലും അത് ലവ് ജിഹാദ് എന്ന് പറയാൻ പറ്റില്ല. കാരണം ഈ പറയുന്ന റാഷിദ് എന്ന് പറയുന്ന വ്യക്തി ഒരിക്കലും മതം എന്നുള്ള ഒരു മതത്തിലേക്ക് മാറ്റാം, മുസ്ലിം മതത്തിലേക്ക് മാറ്റാം എന്ന് കരുതിയിട്ടാണ് മാത്രമാണ് ആ പെൺകുട്ടിയെ പ്രേമിച്ചതെന്ന് പറയാൻ പറ്റില്ല. അതിന് ഒരേ ഒരു കാരണമേ ഉള്ളൂ, ആ പെൺകുട്ടിക്ക് കിട്ടുന്ന അത്രയും വലിയൊരു ഇൻഷുറൻസ് തുക കണ്ടിട്ടാണ് അയാള് ഈ മതം മാറ്റി വിവാഹം കഴിക്കുക, അല്ലെങ്കിൽ ഈ പെൺകുട്ടിയെ വിവാഹം കഴിക്കുക എന്നുള്ള ഒരു തീരുമാനത്തിൽ എത്തുന്നതേ മനസ്സിലാക്കാൻ പറ്റുള്ളൂ. അപ്പൊ ഇതിൽ ലവ് ജിഹാദ് എന്നൊന്നും പറയുന്നതിൽ വലിയ അർത്ഥമൊന്നും ഉണ്ടെന്ന് തോന്നുന്നില്ല. ഇപ്പൊ ലവ് ജിഹാദ് ഉണ്ടോ ഇല്ലേ, ഇപ്പൊ നമ്മൾ ഈ ലവ് ജിഹാദിനെ കുറിച്ച് ആദ്യമൊക്കെ വളരെ ചർച്ചകൾ നടന്നിരുന്ന ടൈമില് ആ സമയത്ത് ഒരുപാട് നമുക്ക് അങ്ങനത്തെ രീതിയിൽ തോന്നുന്ന ബന്ധങ്ങൾ എന്ന് വെച്ചാല് മതം മാറ്റാനായിട്ട് പ്രണയം നടിക്കുന്ന ഒരുപാട് ബന്ധങ്ങൾ നമ്മൾ ആ സമയത്ത് കണ്ടിട്ടുണ്ട്. പിന്നെ നമ്മൾ ഈ ഹാദിയ കേസൊക്കെ കണ്ടിട്ടുണ്ട്. ആ കുട്ടിയെയും ഇതേപോലെ തന്നെ പ്രണയത്തിന്റെ പേരിലല്ല ആ കുട്ടിയെ മതം മാറ്റുന്നത്, മതം മാറ്റുക തന്നെയാണ്. ആ കുട്ടിയുടെ സഹപാഠികളായിട്ടുള്ള പെൺകുട്ടികൾ ഈ കുട്ടിയോട് മുസ്ലിം മതത്തിനെ കുറിച്ച് പറഞ്ഞു കൊടുക്കുകയും ഈ
കുട്ടി ആ മതത്തിലേക്ക് മാറുകയും ചെയ്തു. പിന്നെ ഈ മാതാപിതാക്കളെ ഈ കുട്ടിയെ തിരിച്ചു കൊണ്ടുവരാൻ ശ്രമിച്ച സമയത്താണ് ഈ പെൺകുട്ടി ഒരാളുമായിട്ട് പ്രണയത്തിലായിട്ടാണ് മതം മാറിയത് എന്നുള്ള രീതിയിലേക്ക് ഇത് മാറ്റപ്പെടുന്നതും പിന്നീട് ആ ഒരു വലിയ കേസ് നടക്കുന്നതും ഷെഫിൻ ജഹാൻ എന്ന് പറയുന്ന വ്യക്തി ഈ ഹാദിയായിട്ട് ഭയങ്കരമായ പ്രണയത്തിലായിരുന്നു എന്ന് പറഞ്ഞിട്ട് ആ പെൺകുട്ടിയെ ഷെഫിൻ ജഹാൻ എന്ന് പറയുന്ന വ്യക്തി കല്യാണം കഴിക്കുന്നതും. ഇപ്പൊ ആ കേസിന്റെ കാര്യം നമുക്ക് അറിയാവുന്നതേ ഉള്ളൂ. ഹാദിയ ഈ ഷെഫിൻ ജഹാനുമായിട്ട് പിരിഞ്ഞു, പിന്നീട് വിവാഹം കഴിച്ചു, അദ്ദേഹമായിട്ട് പിരിഞ്ഞു, പിന്നെയും ഇപ്പൊ വിവാഹം കഴിച്ചു എന്ന് കേൾക്കുന്നു. എന്തുമാത്രം ശരിയുണ്ട്? അത് ലവ് ജിഹാദ് ആണോ? ഒന്നും അറിയില്ല. എന്തായാലും നമ്മൾ ആ കേസ് എടുത്ത് നോക്കുമ്പോഴും കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ അടിയുറച്ച് വിശ്വസിച്ചിരുന്ന ഒരു അച്ഛന്റെ മകളായിരുന്നു ഹാദിയ എന്നുള്ളത്. അപ്പൊ നമ്മൾ എപ്പോഴും ഇതിൽ രണ്ടാമത് പറയുന്ന കാര്യം, ആ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിലുള്ള ആളല്ലേ ഈ ഭാസ്കർ എന്ന് പറയുന്നത്, അയാൾ അങ്ങനെ തന്നെ അനുഭവിക്കും, അയാളുടെ വീട്ടിലുള്ള എല്ലാവരും ഇതേപോലെ, അല്ലെങ്കിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽപ്പെട്ട എല്ലാവരുടെയും മക്കൾ ഇതുപോലെ മതം മാറിപ്പോവും എന്നൊക്കെ ഉള്ള പോലെയുള്ള കാര്യങ്ങൾ പറയുന്നുണ്ട്. ഇപ്പോൾ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽപ്പെട്ട ആളുകൾ എന്ന് പറഞ്ഞാൽ അത് അവരുടെ ആശയമാണെന്ന് വേണമെങ്കിൽ പറയാം. പിന്നെ നമ്മളൊക്കെ കുട്ടിക്കാലം മുതലേ ദൈവത്തിൽ വിശ്വസിച്ച് വളരുമ്പോൾ, നമ്മളൊരു തെറ്റ് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ തെറ്റ് ചെയ്യാൻ ശ്രമിക്കുമ്പോൾ നമ്മൾക്കൊരു ഉള്ളിലൊരു ഭയമാണുള്ളത്. അയ്യോ, ദൈവം നമുക്കിതിന് പകരം വല്ലതും ചോദിക്കുമോ എന്നൊക്കെ ഉള്ള ഭയം. അപ്പോൾ ഈ കമ്മ്യൂണിസ്റ്റ് പാർട്ടി എന്ന് പറയുമ്പോൾ അവർ ദൈവത്തിൽ വിശ്വസിക്കുന്നില്ല, അല്ലെങ്കിൽ അങ്ങനത്തെ സോഷ്യലിസത്തിൽ വിശ്വസിച്ച് ജീവിക്കുന്നു, അങ്ങനെയൊക്കെ ഉള്ളതായതുകൊണ്ട് ഈ കുട്ടികളൊന്നും അങ്ങനത്തെ ഒരു ദൈവഭയം എന്ന് പറയുന്ന കാര്യമില്ലാത്തത് കൊണ്ടായിരിക്കാം അങ്ങനെ വഴിതെറ്റി പോകുന്നത് എന്നുള്ള രീതിയിലൊക്കെ ഇത് വ്യാഖ്യാനിക്കപ്പെടുന്നുണ്ട്. അതുകൊണ്ടാണ് എല്ലാവരും ഈ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിലുള്ള ആളല്ലേ, അതൊക്കെ അങ്ങനെ തന്നെ വേണം, അല്ലെങ്കിൽ അങ്ങനെ തന്നെ ഈ ഹിന്ദു മതത്തിൽപ്പെട്ടവരെയൊക്കെ മുസ്ലിങ്ങൾ കൊണ്ടുപോകും എന്നൊക്കെയുള്ള രീതിയിൽ പറയുന്നത് അതുകൊണ്ടാണെന്ന് പറയാം. ഈ കേസിലെന്ന് പറഞ്ഞാൽ ഈ പറഞ്ഞ കാര്യങ്ങളൊന്നും ഈ ലവ് ജിഹാദോ കമ്മ്യൂണിസ്റ്റോ ഒന്നും അതിലില്ല എന്നുള്ളതാണ്. നമ്മളെ പെൺകുട്ടികൾ സമൂഹത്തിൽ എത്രയോ ആളുകൾ വഴിതെറ്റാനായിട്ടും അവരെ മനസ്സ് മാറ്റി അവരെ ചതിക്കുഴികളിൽ വീഴ്ത്താനായിട്ടും നിൽക്കുന്നുണ്ട്. അത് ഈ കുട്ടികൾ തിരിച്ചറിയാന്നുള്ളതാണ് ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്നുള്ളതാണ്. മാതാപിതാക്കൾ കുറച്ചും കൂടിയൊക്കെ കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കി, അങ്ങനെയും പറയാൻ പറ്റില്ല. എത്രയോ മാതാപിതാക്കളെ എത്രയോ കെയർ ചെയ്തും സ്നേഹിച്ചും നോക്കി വളർത്തുന്ന കുട്ടികളാണ് ഇതേപോലെ ഒരാളുടെ വാക്ക് കേട്ടിട്ട് പോകുന്നത് എന്നുള്ളതാണ്. ഇതിപ്പോ ഈ കേസിലെന്ന് പറഞ്ഞാൽ ഇദ്ദേഹം മുൻപ് വിവാഹിതനാണ്, അദ്ദേഹത്തിന് ഭാര്യയുണ്ട്, കുട്ടികളുണ്ട്. ഈ പെൺകുട്ടികൾ ആലോചിക്കേണ്ട കാര്യം, ഈ വിവാഹം എന്ന് പറയുന്ന ജീവിതത്തിലെ ഏറ്റവും വലിയ കാര്യം എന്നല്ല. അപ്പൊ പിന്നെ നിങ്ങൾ എന്തിനാണ് ഒരാളുടെ രണ്ടാം ഭാര്യയായിട്ടും മൂന്നാം ഭാര്യയായിട്ടും ഒക്കെ പോവാൻ, പ്രണയം എന്നുള്ള പേര് പറഞ്ഞിട്ട് ഇത്ര കഷ്ടപ്പെട്ട് പോവാൻ ശ്രമിക്കുന്നത് എന്നുള്ളതാണ്. ഇപ്പൊ ഇതൊക്കെ കഴിഞ്ഞപ്പോൾ ഇദ്ദേഹത്തിന്റെ ഭാര്യ തന്നെ, ആദ്യത്തെ ഭാര്യ തന്നെ രംഗത്ത് വന്നിട്ട് പറഞ്ഞു ഇദ്ദേഹം പൂർണ്ണമായിട്ടും മയക്കുമരുന്നിന് അടിമയാണ്, ഈ പ്രണയം എന്നൊക്കെ പറയുന്നത് വെറുതെയാണ്, എന്നെ ഒരുപാട് ഉപദ്രവിക്കുന്ന വ്യക്തിയാണ് ഈ റാഷിദ് എന്ന് പറയുന്നത്. എന്ന് വെച്ചാൽ ആദ്യത്തെ ഭാര്യയെ ഒരുപാട് ഉപദ്രവിക്കുന്ന വ്യക്തിയാണ് ഈ റാഷിദ് എന്ന് പറയുന്ന ആള്. അപ്പൊ ഇദ്ദേഹത്തിന് ഈ പ്രണയം എന്ന് പറയുന്നതൊന്നും ഒരിക്കലും പ്രണയമൊന്നുമല്ല, അദ്ദേഹം വേറെ എന്തോ താല്പര്യത്തോടു കൂടെ മാത്രമാണ് ഈ ബന്ധം ശ്രമിക്കുന്നത്, അതുകൊണ്ട് ശ്രദ്ധിക്കണം എന്നുള്ള രീതിയിൽ ആ സ്ത്രീ ഒരു വാർത്താ സമ്മേളനം നടത്തും. ആ സ്ത്രീ മുൻപും ഈ പെൺകുട്ടിയായിട്ടുള്ള വിഷയം ഉണ്ടായ സമയത്ത് ഒരു കേസ് ഫയൽ ചെയ്യുകയും ചെയ്തിരുന്നു എന്നുള്ളതാണ്. ഇദ്ദേഹം ഈ കേസ് പറഞ്ഞിട്ട് ഉപദ്രവിച്ചു എന്നുള്ളത് കൊണ്ട് ഒരു കേസ് പോലും ഫയൽ ചെയ്തു എന്നുള്ളതാണ്. അപ്പൊ ഇതൊന്നും എന്താന്ന് വെച്ചാൽ ഏറ്റവും മോശമായിട്ടുള്ള വ്യക്തികളുടെ കയ്യിൽ പെട്ടുപോകുന്ന കുട്ടികളെ കുറിച്ച് പറയാൻ പറ്റിയ ഒരു കേസാണ്. ഈ കുട്ടി എന്ന് പറഞ്ഞാൽ ചെറിയ പെൺകുട്ടിയൊന്നുമല്ല, മുൻപ് വിവാഹിതയായതാണ്, അതിനുശേഷം ഡിവോഴ്സ് ആയതാണ്, പിന്നെയും വർഷങ്ങൾ കഴിഞ്ഞതാണ്, ഒരുപാട് ജീവിത അനുഭവങ്ങളുണ്ട്, വലിയൊരു അപകടത്തെ തരണം ചെയ്ത കുട്ടിയാണ്, ഇപ്പോഴും അതിന്റെ ശാരീരിക ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന കുട്ടിയാണ്. എന്നിട്ട് ഈ കുട്ടി ഇതുപോലത്തെ ഒരു ബന്ധത്തിൽ പോയി പെടുകയാണ്. എന്നിട്ട് ആ കുട്ടിയുടെ സ്വന്തം മാതാപിതാക്കളെയാണ് കുറ്റം പറയുന്നത്. എന്നെ അച്ഛൻ അടിച്ചു, എന്നെ അകത്തിട്ട് പൂട്ടി എന്റെ സ്വത്ത് തട്ടിയെടുക്കാൻ വേണ്ടി, എന്ന് വെച്ചാൽ ഈ കുട്ടി ഡിവോഴ്സ് ആയിട്ട് കിട്ടിയ 40 ലക്ഷം രൂപ തട്ടിയെടുക്കാൻ വേണ്ടിയിട്ടും പിന്നീട് കിട്ടുന്ന ഇൻഷുറൻസ് തുക തട്ടിയെടുക്കാൻ വേണ്ടിയിട്ടുമാണ് അച്ഛൻ ഇത് ചെയ്യുന്നത് എന്നാണ് ഈ കുട്ടി പറയുന്നത്. നമ്മുടെ മാതാപിതാക്കള് പൊതുവെ അച്ഛനും അമ്മയും എന്ന് പറഞ്ഞാൽ മക്കൾക്ക് വേണ്ടി ജീവിക്കുന്നവരാണ്. മക്കൾ നല്ല നിലയിലെത്താൻ വേണ്ടിയിട്ട് നമ്മളുടെ സമ്പാദ്യം സൂക്ഷിച്ചു വെക്കുക, അല്ലെങ്കിൽ നമ്മൾ ജോലി ചെയ്ത് കാശുണ്ടാക്കി മക്കൾക്ക് വേണ്ടി സൂക്ഷിച്ചു വെക്കുക, അങ്ങനെയൊക്കെ ജീവിക്കുന്നവരാണ് അച്ഛനമ്മമാരെന്ന് പറയുന്നത്. എന്നിട്ട് അതിന്റെ നേരെ വേറെ വേർഷൻ, മക്കളുടെ സ്വത്ത് തട്ടിയെടുത്തിട്ട് നന്നാവാൻ അല്ലെങ്കിൽ സമ്പത്ത് ഉണ്ടാക്കാൻ ശ്രമിക്കുന്ന അച്ഛനും അമ്മയും എന്ന് പറയുമ്പോൾ തന്നെ നമുക്കതിലെ അപാകത മനസ്സിലാക്കാവുന്നതേ ഉള്ളൂ എന്നുള്ളതാണ്. പിന്നെ അതുപോലെ തന്നെ ഇതിൽ ഏറ്റവും വലിയ ഒരു അവരെ പരിഹസിക്കുന്ന രീതിയിൽ, ഈ ഭാസ്കർ എന്ന് പറയുന്ന വ്യക്തിയെ പരിഹസിക്കുന്ന രീതിയിൽ വരുന്നത് ഇദ്ദേഹം നാഡീ വൈദ്യത്തെ ആശ്രയിച്ചു എന്നുള്ളതാണ്. നമുക്കറിയാം ഇവിടെ ഒരുപാട് രീതിയിലുള്ള വ്യാജ വൈദ്യങ്ങളുണ്ട്. ഇപ്പോൾ എല്ലാ ആളുകളും ഇപ്പൊ പ്രസവമൊക്കെ അക്യൂപങ്ക്ചറിലൂടെ എന്തോ പ്രസവമൊക്കെ നടത്തിയിട്ട് ഇവിടെ സ്ത്രീകൾ മരിച്ചു പോകുന്ന അവസ്ഥ ഉണ്ട്, യുനാനി ചികിത്സ നടത്തുന്ന അവസ്ഥ ഉണ്ട്, എന്തൊക്കെയോ ചികിത്സകൾ നമ്മൾ കേട്ടിട്ടില്ലാത്ത എന്തൊക്കെയോ ചികിത്സകൾ നടത്തിയിട്ട് നമ്മൾ പറയില്ലേ മുറിവൈദ്യൻ ആളെ കൊല്ലുന്നു, അതുപോലത്തെ അവസ്ഥകൾ ഇവിടെ ഉണ്ട് എന്നുള്ളതാണ്. ഇപ്പോഴും ഇവിടെ യാതൊരു ക്വാളിഫിക്കേഷനും ഇല്ലാത്ത ആളുകളെ ഇമാതിരി ചികിത്സകളൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നു. അതിൽപ്പെട്ട ഒരാളാണ് ഈ റാഷിദ് എന്ന് പറയുന്ന വ്യക്തി. എന്നിട്ട് ഇദ്ദേഹം എന്തിന്, ഈ ഭാസ്കർ എന്ന് പറയുന്ന വ്യക്തി സ്വന്തം മകളെ എന്തിന് ഇങ്ങനത്തെ ഒരു ട്രീറ്റ്മെന്റിന് കൊണ്ടുപോയി എന്ന് ചോദിക്കുമ്പോൾ എല്ലാവർക്കും അദ്ദേഹത്തിനെ കുറ്റപ്പെടുത്താം. പക്ഷെ നമ്മൾ ജീവിതത്തിൽ മക്കൾ എന്ന് പറയുന്നത് നമുക്ക് ഏറ്റവും പ്രിയപ്പെട്ടവരാണ്. അവര് ശാരീരികമായിട്ട്
വിഷമിക്കുന്നു, അല്ലെങ്കിൽ അവർക്ക് എന്തെങ്കിലും അപകടം പറ്റുന്നു, അവർ മരിച്ചു പോകുന്നു, ഇതൊന്നും ഒരിക്കലും ഒരു മാതാപിതാക്കൾ സഹിക്കാൻ സാധിക്കില്ല. ഒരു മോഡേൺ മെഡിസിനിൽ അവർക്കത് ഈ കുട്ടിയുടെ അസുഖം മാറ്റാൻ കഴിയില്ല എന്ന് വെച്ചാൽ നമ്മൾ ആ ഒരു സമയത്ത് ഏത് വൈദ്യത്തിനെ ആശ്രയിച്ചു പോകും. നമ്മളോട് പറയുകയാണ് ഒരാൾ ഇങ്ങനെ ചെയ്താൽ മാറും എന്ന് പറഞ്ഞാൽ നമ്മളത് വിശ്വസിച്ചു പോകുന്നു. കാരണം നമ്മളെ കുട്ടി എഴുന്നേറ്റ് നടക്കണം, അല്ലെങ്കിൽ അവർ സുഖമായിട്ട് ഭാവി കാലത്ത് ജീവിക്കണം, മാതാപിതാക്കൾ ഇല്ലാതെ ആയാലും അവർക്ക് മുന്നോട്ട് പോകാൻ സാധിക്കണം എന്ന് ആഗ്രഹിക്കുന്ന മാതാപിതാക്കള് ഇതുപോലത്തെ ഏത് മുറിവൈദ്യത്തെ ആശ്രയിച്ചു പോകും. അതിനും നമുക്ക് അദ്ദേഹത്തിനെ പരിഹസിക്കേണ്ട കാര്യമില്ല. പക്ഷെ ഇത്തരം വൈദ്യമൊക്കെ തെരഞ്ഞെടുക്കുന്നതിന് മുൻപ് കുറച്ചെങ്കിലും യുക്തിയോടുകൂടെ ചിന്തിക്കാന്നേ ഉള്ളൂ. ഇപ്പൊ ആളുകളുണ്ട് ക്യാൻസർ ട്രീറ്റ്മെന്റിന് മോഡേൺ മെഡിസിൻ ഒന്നും എടുക്കാതെ നേരെ പോയിട്ട് പച്ചില മരുന്ന് കഴിക്കുക, അല്ലെങ്കിൽ അങ്ങനത്തെ ചെറിയ ചെറിയ ചികിത്സ ചെയ്യുക, അങ്ങനെയൊക്കെ ചെയ്യുന്നവര് ചിലപ്പോൾ ഈ ക്യാൻസർ എന്നൊക്കെ പറയുന്നത് കൃത്യമായ ട്രീറ്റ്മെന്റ് എടുത്താൽ മാറാവുന്നതായിരിക്കും. ഇപ്പൊ നമുക്കറിയാം മമത മോഹൻദാസിന് എത്രയോ തവണ ക്യാൻസർ വന്നിട്ട് അവർ സർവൈവ് ചെയ്താണ് കൃത്യമായ ട്രീറ്റ്മെന്റ് എടുത്തിട്ട്. എന്നാൽ അതേ സമയത്ത് തന്നെ നമ്മളെ ജിഷ്ണു രാഘവൻ എന്ന് പറയുന്ന നടൻ, നമുക്കറിയാവുന്ന എല്ലാവർക്കും അറിയാവുന്ന എല്ലാവരും വിഷമത്തോടു കൂടെ ചിന്തിക്കുന്ന ഒരാളാണ്. അദ്ദേഹം ഇതുപോലെ കുറേ മോഡേൺ മെഡിസിൻ എടുത്തു. അദ്ദേഹം വെച്ചാലും കുറച്ച് ലേറ്റായി പോയി. അദ്ദേഹത്തിന് വായിലൊരു മുറിവുണ്ടായിരുന്നു, പല്ല് തട്ടിയിട്ട്. അദ്ദേഹം തിരക്കുകൾ കാരണം ഡോക്ടറെ കാണാതെ വൈകിച്ചു പോയി. പിന്നീട് അത് ലൂക്കോപ്ലാക്കിയ എന്ന് പറയുന്ന അവസ്ഥയ്ക്ക് മാറി, അത് ക്യാൻസറിലേക്ക് മാറി. അങ്ങനെയാണ് അദ്ദേഹത്തിന് ക്യാൻസർ തുടങ്ങുന്നത്. പക്ഷെ അന്ന് അദ്ദേഹം കൃത്യമായ ട്രീറ്റ്മെന്റ് എടുക്കാതെ കുറച്ചൊക്കെ ഇതുപോലുള്ള പച്ച മരുന്ന്, ലക്ഷ്മി തരൂ, മുള്ളാത്ത അങ്ങനത്തെയൊക്കെ സംഭവങ്ങളെ ആശ്രയിക്കുകയും അദ്ദേഹത്തിന് ക്രിട്ടിക്കൽ സ്റ്റേജിലേക്ക് മാറുകയും ചെയ്തതാണ്. അന്ന് അദ്ദേഹത്തിന് പല പിന്നീടുണ്ടായ റിപ്പോർട്ടുകളിലും ഒക്കെ നമ്മൾ കണ്ടിട്ടുള്ളതാണ്. നമ്മൾ കൃത്യസമയത്ത് ട്രീറ്റ്മെന്റ് എടുത്തു പോവുകയാണെങ്കിൽ മാറാവുന്ന ഒരുപാട് അസുഖങ്ങൾ ഇവിടെ ഉണ്ട്. അപ്പോഴാണ് നമ്മൾ ഇത്തരം മുറിവൈദ്യങ്ങളെ ആശ്രയിക്കുന്നതാണ്. പക്ഷേ ഈ കുട്ടിയുടെ കേസിൽ എന്ന് പറഞ്ഞാൽ ഒരുപക്ഷെ മോഡേൺ മെഡിസിനിൽ ഇനി ശരിയാവില്ല എന്ന് പറയുമ്പോഴും നമ്മൾ പ്രതീക്ഷ വെക്കും. ഈ ട്രീറ്റ്മെന്റ് ചെയ്താൽ ശരിയാവുമോ, ഇങ്ങനെ ഒഴിച്ചിൽ ചെയ്താൽ ശരിയാവുമോ, ആയുർവേദം ചെയ്താൽ ശരിയാവുമോ, ഹോമിയോ ചെയ്താൽ ശരിയാവുമോ, ഇങ്ങനെ ഒരു പ്രതീക്ഷ വെക്കുന്നതുകൊണ്ടായിരിക്കണം അദ്ദേഹം ഇങ്ങനത്തെ ഒരു വൈദ്യത്തെ ആശ്രയിച്ചത് എന്നുള്ളതാണ്. അപ്പൊ ഇതിലൊക്കെ പറയാനുള്ളതെന്ന് വെച്ചാൽ നമ്മളെ മാതാപിതാക്കൾ നമുക്ക് നല്ലത് വരണം എന്ന് ചിന്തിക്കുന്നത് പോലെ, മാതാപിതാക്കൾ മോശക്കാരുണ്ട് ഇല്ല എന്ന് പറയുന്നില്ല, പക്ഷെ 90% മാതാപിതാക്കളും സ്വന്തം മക്കൾ നന്നായി കാണണം എന്ന് ആഗ്രഹിക്കുന്നവരാണ്. അവര് നമ്മളെ കുറിച്ച് നല്ലത് ചിന്തിക്കുന്നത് പോലെ പുറമേ ഉള്ള ഒരു വ്യക്തി നമ്മളെ കുറിച്ച് ഒരിക്കലും നല്ലത് ചിന്തിക്കില്ല. ഈ പെൺകുട്ടിയോടാണ് പറയാനുള്ളത്, അല്ലെങ്കിൽ ഇതേപോലത്തെ അവസ്ഥകളിൽ പെട്ടുപോകുന്ന പെൺകുട്ടികളോടാണ് പറയാനുള്ളത്. നമ്മളോട് നല്ല വാക്ക് പറയാനും നമ്മളെ വഴി തെറ്റിക്കാനും നമ്മളോട് ഇങ്ങനെ ചെയ്യും അങ്ങനെ ചെയ്യും ഞാൻ നിന്റെ കൂടെ നിൽക്കുമെന്ന് പറയാനും ഒരുപാട് പേര് കാണുന്നുള്ളതാണ്. പക്ഷെ നമ്മളെ മാതാപിതാക്കൾ പറഞ്ഞു തരുന്ന വഴിയെക്കാട്ടിലും ഒരു ബെറ്റർ ആയിട്ടുള്ള വഴിയായിരിക്കില്ല ഒരിക്കലും അവർ നമുക്ക് പറഞ്ഞു തരുന്നത്. നമ്മളെ മാതാപിതാക്കൾ നമ്മളെ നന്നായി കാണണമെന്ന് വിചാരിക്കുന്നത് പോലെ ഒരിക്കലും വേറൊരു വ്യക്തി നമ്മളെ നന്നായി കാണണമെന്ന് വിചാരിക്കില്ല എന്ന് തന്നെ നമ്മൾ വിശ്വസിച്ച് വെക്കണം. ഇത്തരം ബന്ധങ്ങളിൽ പോയി പെടരുത്. ആ കുട്ടി കുറച്ചെങ്കിലും യുക്തിപൂർവ്വം ചിന്തിക്കണം. ഇദ്ദേഹത്തിന് ഭാര്യയുണ്ട്, കുട്ടികളുണ്ട്. ഇങ്ങനെ പൂർണ്ണമായിട്ടും നടക്കാൻ പറ്റാത്ത ഈ പെൺകുട്ടിയെ വിവാഹം കഴിക്കാന്ന് പറയുന്നതിന്റെ പുറകില് ഈ കുട്ടിയുടെ കയ്യിലുള്ള വലിയൊരു തുക കണ്ടിട്ട് തന്നെയാണ്. ഈ തുക ഇല്ലാത്ത കാലത്ത് ഒരുപക്ഷെ ഈ വ്യക്തി ഈ പെൺകുട്ടിയെ തള്ളിക്കളയാവുന്നതേ ഉള്ളൂ. മയക്കുമരുന്നിന് പൂർണ്ണമായിട്ടും അഡിക്റ്റ് ആയിട്ടുള്ള ഒരു മനുഷ്യനാണ് ഈ റാഷിദ്. അദ്ദേഹത്തിന്റെ ഭാര്യ തന്നെ പറയുന്ന വീഡിയോ ഉണ്ട്. അപ്പോൾ ഇത്തരം ബന്ധങ്ങളിൽ പോയി പെടുന്ന ഇപ്പൊ നമ്മൾ എത്രയോ കാണുന്നുണ്ട്. ഇത്തരം ബന്ധങ്ങളിൽ പോയി പെടുന്ന പെൺകുട്ടികളെ നമ്മൾ എത്രയോ കാണുന്നുണ്ട്. ആ സമയത്ത് നമുക്ക് മാതാപിതാക്കൾ പറയുന്നതിനോടൊന്നും ഒരിക്കലും അവരോട് ദേഷ്യം തോന്നുക, അവർ ശരിയല്ല പറയുന്നത് തോന്നുക, അതൊക്കെ സംഭവിക്കാറുണ്ട്. പക്ഷെ കുറച്ചെങ്കിലും യുക്തിപൂർവ്വം ഇത്തരം കാര്യങ്ങളൊക്കെ ചിന്തിക്കാനേ പറയാനുള്ളൂ. എല്ലാവർക്കും നന്ദി.